നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു രാത്രി വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാതെ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. റെസ്ക്യൂ ടീമിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, എന്ത് വില കൊടുത്തും പൈലറ്റിനെ രക്ഷിക്കണം. ഓപ്പറേഷൻ അത്ര എളുപ്പമല്ല, ഇറാന്റെ മണ്ണിലിറങ്ങണം, പൈലറ്റിനെ തിരികെ എത്തിക്കണം, പോകുന്ന നിങ്ങളും സേഫായി തിരികെ എത്തണം. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. നട്ടെല്ലുണ്ടെങ്കിൽ ഇറാൻ മണ്ണിൽ കാലുകുത്തി നിങ്ങളുടെ സൈനികനെ തിരികെ കൊണ്ടുപോകൂ എന്ന ഇറാന്റെ വെല്ലുവിളി ഏറ്റെടുത്തായിരുന്നു ട്രംപിന്റെ ഓരോ നീക്കവും. IRGCയുടെ വെല്ലുവിളിക്ക് ട്രംപ് പരസ്യ പ്രതികരണത്തിനൊന്നും നിന്നില്ല. ഇറാൻ ഞങ്ങളുടെ F-15E അടിച്ചിട്ടു എന്ന് പെന്റഗൺ സമ്മതിച്ച സമയം, കയ്യിലെ രോമം പിഴുതെറിഞ്ഞ് അമേരിക്ക ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂവെന്ന് IRGC തലവൻ പ്രഖ്യാപിച്ച സമയം, ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്ന് കുറിപ്പിട്ട് ട്രംപ് കരയുന്ന മീം ഉണ്ടാക്കി ഖമനേയി കൂട്ടർ ആഘോഷിക്കുന്ന സമയം, അതേസമയം ടെഹ്റാനിൽ ഇറങ്ങാൻ ഒരു കില്ലർ ടീമിനെ തയ്യാറാക്കുകയായിരുന്നു വൈറ്റ് ഹൗസിൽ ട്രംപ്. ലക്ഷ്യം പിഴച്ചില്ല. രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പൈലറ്റ് US സൈന്യത്തിന്റെ സുരക്ഷിത വലയത്തിൽ. ഇറാനിൽ കയറി IRGCയുടെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് പൈലറ്റിനെ റാഞ്ചി അമേരിക്കൻ സൈന്യം. ഇറാന്റെ പരിഹാസത്തിനും വെല്ലുവിളിക്കും ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ ഒരൊറ്റ കുറിപ്പ്, വി ഗോട്ട് ഹിം. ഈ പറഞ്ഞു തീർത്തതുപോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ആ ദൗത്യം. ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ ഇറങ്ങിയ ശേഷം ശത്രുക്കളുടെ പിടിയിലാകാതിരിക്കാൻ കേണലിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേക സൈനിക പരിശീലനമാണ്. അതായത് വിമാനം തകർന്ന് ഇറാനിൽ വീണപ്പോഴും അദ്ദേഹം ഭയപ്പെട്ടില്ല. പകരം അദ്ദേഹം അടുത്ത നീക്കങ്ങൾ ശക്തമാക്കി. സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റന്റ് ആൻഡ് എസ്കേപ്പ് എന്ന പരിശീലനത്തിലൂടെ മലനിരകളിലെ ഉയർന്ന പ്രദേശത്തേക്ക് അദ്ദേഹം സ്വയം മാറുകയായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെയെല്ലാം ഓരോ ഒളിയിടം കണ്ടെത്തി അങ്ങനെ തങ്ങി നിന്നു. തുടർന്ന് എമർജൻസി ബീക്കൺ പ്രവർത്തിപ്പിച്ചാണ് US സൈന്യത്തിന് തന്റെ സ്ഥാനം കൃത്യമായി കൈമാറിയത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തേക്കായിരുന്നു പൈലറ്റ് വീണത്. ഇവിടേക്ക് എത്തുക രക്ഷാദൗത്യം അതീവ ദുഷ്കരവുമായിരുന്നു. പൈലറ്റിന്റെ കൃത്യമായ സ്ഥാനം GPS ട്രാക്കറിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് US സൈന്യത്തിന് ഓപ്പറേഷൻ എളുപ്പമാക്കിയത്. ശത്രുക്കളാൽ വളയപ്പെട്ടപ്പോഴും സൈനികൻ തന്റെ മനോവീര്യം കൈവിടാതെ ഓരോ നിമിഷവും പ്രവർത്തിച്ചു. രക്ഷിക്കാൻ തന്റെ സംഘം എത്തുമെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസവും. രക്ഷാസംഘം എത്തുമ്പോഴേക്ക് ഇറാൻ സേന പ്രദേശം വളഞ്ഞിരുന്നു. പ്രദേശത്ത് പിന്നീട് വലിയ വെടിവെപ്പ് നടന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിരവധി IRGC സൈനികരുടെ തല ചിതറിച്ചാണ് US പട്ടാളം അവരുടെ പൈലറ്റിനെ തിരികെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. പൈലറ്റിനെ ഇറാന്റെ മണ്ണിൽ നിന്ന് തൂക്കിയ അമേരിക്കൻ നീക്കം ഇപ്പോൾ IRGCക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. പൈലറ്റിനെ തിരികെ കൊണ്ടുവരും, ഇറാൻ അവന്റെ ഒരു തുള്ളി ചോര വീഴ്ത്താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് രാജ്യത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. പൈലറ്റിനെ ഞങ്ങൾ തെരയുന്നു, കയ്യിൽ കിട്ടിയാൽ തല കൊയ്ത് ടെഹ്റാനിൽ കെട്ടിത്തൂക്കും, അതിന്റെ ദൃശ്യം പുറത്തുവിടും, ട്രംപിന് ലൈവായി കാണാം എന്നായിരുന്നു IRGC കൊലവിളിച്ചത്. ഒടുക്കം ഇറാൻ സേനയുടെ വലയത്തിൽ നിന്ന് തന്നെ പൈലറ്റിനെ രക്ഷിച്ചെടുത്തു. നിന്റെയൊക്കെ മൂക്കിൻ തുമ്പിൽ വീണ US സൈനികന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞോ എന്ന പരിഹാസം ഇപ്പോൾ ഇറാന് നേരെ ശക്തമാക്കുകയാണ് ട്രംപ് അനുകൂലികൾ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാദൗത്യം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത്. ശത്രുരാജ്യത്തിന്റെ ഉൾപ്രദേശത്തെ മലനിരകളിൽ ഒളിച്ചിരുന്ന US വ്യോമസേനയിലെ കേണലിനെയാണ് കനത്ത വെടിവെപ്പിനിടെ അമേരിക്കൻ പ്രത്യേക സേന രക്ഷിച്ച് എത്തിച്ചിരിക്കുന്നത്. 2011 ഒസാമ ബിൻ ലാദനെ വധിച്ചപ്പോൾ മുൻ പ്രസിഡന്റ് ഒബാമ നടത്തിയ പ്രഖ്യാപനത്തെ അനുസ്മരിപ്പിക്കും വിധം വി ഗോട്ട് ഹിം എന്ന വാചകത്തോടെയാണ് ട്രംപ് വാർത്ത പുറത്തുവിട്ടതും. കേണൽ റാങ്കിലുള്ള ഈ സൈനികനെ വീണ്ടെടുക്കാൻ അത്യാധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങളെയാണ് തന്റെ നിർദ്ദേശപ്രകാരം അയച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഒരു പോരാളിയെ പോലും താൻ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യം അമേരിക്കയുടേതാണെന്നും ട്രംപ് ഈ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കുറിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമേരിക്കയുടെ F-15E യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. അന്ന് ലോകം ഒന്ന് ഞെട്ടി. കാരണം അമേരിക്കയുടെ വിമാനമാണ് ഇറാൻ തകർത്തത്. അത്ര നിസ്സാര വിഷയമല്ലല്ലോ അത്. എന്താണ് ഇനി സംഭവിക്കുക എന്ന് ലോകം ഉറ്റുനോക്കി. വിമാനം തകരുന്നതിന് മുൻപ് പുറത്തേക്ക് ചാടിയ പൈലറ്റിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US സേന രഹസ്യമായി രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആളായ വൈപ്പൺ സിസ്റ്റംസ് ഓഫീസറെ കണ്ടെത്താൻ 2 ദിവസം നീണ്ട തിരച്ചിലാണ് വേണ്ടിവന്നത്.
ഇറാൻ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് കൊടുങ്കാടുകളിലും മലനിരകളിലും ഒളിച്ചിരുന്ന ഇദ്ദേഹത്തെ പിടികൂടാൻ IRGC ശക്തമായ തിരച്ചിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലായിരുന്നു അമേരിക്കയുടെ കടന്നാക്രമണം. ഇതിനിടെ കേണലിന് പരിക്ക് പറ്റിയെങ്കിലും അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഇറാൻ സൈന്യവും മറുവശത്ത് $60,000 പാരിതോഷികം മോഹിച്ച് പ്രദേശവാസികളും തിരച്ചിൽ നടത്തുന്നതിനിടെ US കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി കേണലിനെ രക്ഷിച്ചെടുത്തത്. അതിന്റെ ദൃശ്യങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ അകപ്പെട്ടുപോയ പൈലറ്റിനെ തിരികെ എത്തിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമായിരുന്നു. കാരണം അദ്ദേഹം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹത്തെ ഞാൻ തിരികെ കൊണ്ടുവരും എന്ന് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനിടയിൽ നിരന്തരം ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ പല തരത്തിൽ രംഗത്ത് വന്നു. എന്നാൽ അതിനൊന്നും ഒരു മറുപടി കൊടുക്കാൻ ഡൊണാൾഡ് ട്രംപ് നിന്നതേയില്ല. പകരം പറച്ചില് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് കാര്യം നടത്തി കാണിച്ചിരിക്കുന്നത്. അജയ്യം എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്ന അത്യാധുനിക യുദ്ധവിമാനം തകർത്തത് ഇറാൻ വലിയ ആഘോഷമാക്കുക തന്നെ ചെയ്തിരുന്നു. കാബൂളിലെ ഇറാനിയൻ എംബസി തകർന്ന വിമാനത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് അമേരിക്കയെ പരിഹസിച്ചിരുന്നു. അദൃശ്യമെന്നും തൊടാൻ കഴിയാത്തതെന്നും അവർ ഈ വിമാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊരു പാഴ്വസ്തുവായി ഭൂമിയിൽ കിടക്കുന്നു എന്നായിരുന്നു ഇറാന്റെ കുറിപ്പ്. പൈലറ്റിന്റെ തലയ്ക്ക് വിലയിട്ട ഇറാൻ മാധ്യമങ്ങൾ അവരെ ജീവനോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ട്രംപ് ആശുപത്രിയിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വൈറ്റ് ഹൗസ് ശക്തമായി നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാനെ പേടിച്ച് ട്രംപ് ഒളിച്ചിരിക്കുകയാണ് എന്നുള്ള പരിഹാസങ്ങൾ ഇറാനിൽ നിന്നും വന്നു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിലും പൈലറ്റുമാരുടെ രക്ഷാദൗത്യം നിരീക്ഷിക്കുന്നതിലും ട്രംപ് വ്യാപൃതനായിരുന്നുവെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരുന്നത്. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ പ്രതികരിക്കാൻ പോലും തയ്യാറായത്. അതിനു മുൻപ് വരെ ഇറാന്റെ പരിഹാസങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വന്നതേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പൈലറ്റിനെ രക്ഷിച്ചെടുത്തതിന് ശേഷം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. നിരവധി ഇറാൻ സൈനിക തലവന്മാരെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു. ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇറാൻ തലപൊക്കി വലിയ ആഘോഷമായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക കീഴടങ്ങി എന്നുള്ള പ്രഖ്യാപനം വരെ ഇറാനിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഇറാൻ ഇപ്പോൾ രൂക്ഷമായ മുന്നറിയിപ്പുകളാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. സമാധാന കരാറിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ടെഹ്റാനിൽ US സൈന്യം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഇറാനെ ഞങ്ങൾ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശവാദം ഉന്നയിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളിക്ക് മറുപടിയുമായിട്ട് ഇപ്പോൾ ഇറാൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങൾ തുടർന്നാൽ മേഖലയാകെ വലിയ ദുരന്ത ഭൂമിയായി മാറും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിൽ ആണവ വികിരണം പടരുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോര് മുൻപെങ്ങുമില്ലാത്ത വിധം പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇനി കാത്തിരിപ്പില്ല, ഇറാനോട് ഒരു മയവും ഉണ്ടാകില്ല, അതിമാരക ആക്രമണം എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ ശക്തി കേന്ദ്രങ്ങൾ നോക്കി അടിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ JASSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു തിരക്കിട്ടുള്ള നീക്കം. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർഫോർഡിലേക്കും മാറ്റാൻ ഇതിനോടകം തന്നെ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. 600 മൈലിലധികം ദൂരപരിധിയുള്ള ഈ സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുള്ളവയാണ്. ഏകദേശം $1.5 ദശലക്ഷം വില വരുന്ന മിസൈലുകളാണ് ഇവ. ഇറാന്റെ വ്യോമ പ്രതിരോധം ദുർബലമാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ അവർ നേരിടുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കത്തിന്റെ ആദ്യ ആഴ്ചകളിൽ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന 2300 മിസൈലുകളുടെ ശേഖരത്തിൽ ഇപ്പോൾ 425 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ 75 മിസൈലുകൾ തകരാറുകൾ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഈ ആഴ്ച അമേരിക്കയുടെ 2 F-15 യുദ്ധവിമാനവും ഒരു A-10 വിമാനവും ഇറാൻ വെടിവെച്ചിട്ടത് വലിയ തിരിച്ചടി അമേരിക്കൻ പക്ഷത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ 2 ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 10-ലധികം MQ-9 ഡ്രോണുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. B-52 ബോംബറുകൾ ഇപ്പോൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കുന്നുണ്ടെങ്കിലും ഇത് വ്യോമ മേഖലയിൽ അമേരിക്കയുടെ മുന്നൊരുക്കത്തിന്റെ സൂചനയാണെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു. അതായത് ഒരു ബൃഹത്തായ നീക്കത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പടപ്പുറപ്പാടിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇറാൻ ആകട്ടെ അവരുടെ ഡ്രോൺ ശേഖരം വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഏറ്റവും കൂടുതൽ മാരക ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്ക് പ്രിസിഷൻ അറ്റാക്കുകൾ നടത്തിക്കൊണ്ട്, അതായത് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കയറി അടിച്ചുകൊണ്ട്, അതായത് എണ്ണ, ശുദ്ധജലം അതുപോലെയുള്ള മേഖലകളിലേക്ക് കയറി അടിച്ചുകൊണ്ട് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാശ്വാസം പൈലറ്റിനെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നിരുന്നു. അതൊന്ന് കെട്ടടക്കാൻ തൽക്കാലം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധി അതീവ ഗുരുതരമാണ്. എത്രയും പെട്ടെന്ന് ഇറാനെ പിടിച്ചുകെട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.